വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഏറ്റവും ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് ഈ കുമ്പളയിൽ നിന്ന് അതിൻ്റെ പ്രയാണം ആരംഭിക്കുക. ഒരുപക്ഷെ ഒരുപാട് യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ കാസർഗോഡ് നിന്ന് പല യാത്രകളും നടത്താറുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്രയധികം ആവേശത്തോടുകൂടിയ ഒരു യാത്ര എനിക്ക് തോന്നുന്നത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. കാരണം പല യോഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ്. അന്നൊന്നും കാണാത്തൊരാവേശം ഇന്ന് കാണുമ്പോൾ ഈ പേരിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കും. അങ്ങനെ കാസർഗോഡ് ജില്ല പുതുയുഗത്തിന് തുടക്കം കുറിക്കുമ്പോൾ അടുത്ത മാസം ഈ സമയത്ത് ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ മിക്കവാറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിരിക്കും. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 100 സീറ്റെങ്കിലുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാണ്ട് ആരോഗ്യത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഊർജം വലിക്കുന്നൊരു സർക്കാരാണ് ഇപ്പോൾ പിണറായി സർക്കാർ. ഇത് ഏത് സമയവും ഇതിൻ്റെ ശ്വാസം നിലയ്ക്കുക. ആ ശ്വാസം നിലയ്ക്കുന്നത് ഏപ്രിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ്. കാരണം മൊത്തം ജനത്തിൻ്റെ ശാപം വാങ്ങിയ ഗവൺമെൻറ്, ജനത്തിൻ്റെ ശാപം വാങ്ങി, രക്തസാക്ഷികളുടെ ശാപം വാങ്ങി, സാക്ഷാൽ ദൈവത്തിൻ്റെ ശാപവും വാങ്ങി. എല്ലായിടത്തും കൈയിട്ട് വാരിയ ഭരണം, അതാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇനി കൈവയ്ക്കാത്ത ഒരു മേഖലയും, ഒരു മേഖലയും വികസനത്തിൻ്റെ കൈവപ്പല്ല, കക്കലിൻ്റെ കൈവപ്പാണ്. അവസാനം സ്വാമി അയ്യപ്പൻ്റെ സ്വർണം പോലും കട്ടെടുത്തു. ഇവിടെ നമുക്കറിയാം ഏതാണ്ട് വിഗ്രഹം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വിഗ്രഹത്തിൻ്റെ കഴുത്തിലണിഞ്ഞ രുദ്രാക്ഷമാല പോലും സ്വർണം കെട്ടാൻ എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി. ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുത്തു. പക്ഷേ നമ്മളെയൊക്കെ ഏറ്റവും പ്രയാസപ്പെടുന്നൊരു കാര്യം, ആ കട്ട കള്ളന്മാരിപ്പോൾ ജയിലിൽ നിന്ന് ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർ, അത് അമ്പലത്തിൻ്റെ സ്വത്ത് മോഷ്ടിച്ചാലും പള്ളിയുടെ സ്വത്ത് മോഷ്ടിച്ചാലും ദൈവശാപം അവർ കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ശാപം പല രൂപത്തിൽ വരും. ചിലർക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും, ചിലർക്ക് ചിത്തഭ്രമം ബാധിക്കും. എനിക്ക് നമ്മുടെ പിണറായിക്കും ഗോവിന്ദൻ മാഷ്ക്കും ചിത്തഭ്രമം ബാധിച്ചോ എന്ന് സംശയം. ഇപ്പോൾ നിയമസഭയിൽ ഇവർക്ക് ഒരു നേട്ടവും പറയാനുണ്ടായിരുന്നില്ല. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചപ്പോൾ എല്ലാ ഭരണകക്ഷിക്കാരും പറയുന്നത് എന്താ അറിയോ, ഇങ്ങനെ പ്രതിപക്ഷം ചെയ്യുന്നതൊക്കെ ആ കനകോലുവിൻ്റെ ഏർപ്പാടാണെന്നാണ്. പണ്ട് ഈ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഇന്ദുലേഖ, ശ്രീ ചന്തുമേനോൻ എഴുതിയ നോവലാണ് ആദ്യത്തെ മലയാളത്തിലെ നോവൽ. അതിൽ ഇന്ദുലേഖ കുറേ പുരോഗമന ജാഗതിക്കാരിയായിരുന്നു, ഇംഗ്ലീഷ് പഠിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പം അവരുടെ അടുത്ത് ഈ പഴയ വരട്ടുവാദികളൊക്കെ പല ന്യായങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറയും ഇതൊന്നും ശരിയല്ല. അവസാനം 16 വയസ്സുള്ള ഇന്ദുലേഖയെ കെട്ടാൻ ഏതാണ്ട് ഷഷ്ടിപൂർത്തിയായ സൂര്യ നമ്പൂരി വന്നപ്പോൾ മുഖത്ത് നോക്കി ഇന്ദുലേഖ പറഞ്ഞു, നിങ്ങൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ സൂര്യ നമ്പൂരിയോട് ഈ ഇന്ദുലേഖയുടെ മാതാപിതാക്കൾ ചോദിച്ചു, എന്താ കുട്ടിയുടെ അഭിപ്രായം? ഒരു കുഴപ്പമുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ പിണറായി പറഞ്ഞത്. UDFൻ്റെ കുഴപ്പം ഇപ്പോൾ കനകോലുവിൻ്റെ കുഴപ്പമാണ്.
ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസം നിയമസഭ ബഹിഷ്കരിച്ചുകൊണ്ട് UDF ശക്തമായി എന്തിനു വേണ്ടിയാണ് സമരം നയിച്ചത്? അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF സമരം നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നിനിപ്പോൾ ആരാ ബാക്കിയുള്ള ജയിലിൻ്റെ അകത്ത്? 2 ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ മാത്രമേ ജയിലിലുള്ളൂ. ഇനി 90-ാം ദിവസം അവരും പുറത്തിറങ്ങും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തടിസ്ഥാനത്തിലാണ് ഈ കോടതി പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. കോടതിയോടൊക്കെ ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എല്ലാ കള്ളന്മാരും പുറത്തിറങ്ങിയിട്ട് കേസ് തെളിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അപ്പം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്. ഇവ തന്നെ ദിവസേന നമ്മൾ ചില പെയ്ഡ് ന്യൂസുള്ള ചില ചാനലുകളുണ്ട്. ആ ചാനലുകൾ കാലത്തൊരു കെട്ടുകഥയുണ്ടാക്കും. പിന്നെ ആ കെട്ടുകഥയെക്കുറിച്ചാണ് ചർച്ച. അതിൻ്റെ പുറമെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകും. അപ്പോഴേക്കും ദിവസം 90 കഴിഞ്ഞു. 90 കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടുന്നുള്ളത് നിയമം പഠിക്കാത്തവർക്ക് കൂടെ അറിയാം. ഞാൻ ചോദിക്കട്ടെ, എവിടെ കട്ട സ്വർണം? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ട സ്വർണം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? 90 ദിവസമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല? ഞങ്ങൾ ചോദിക്കട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണോ പിണറായിൻ്റെ നിയന്ത്രണത്തിലാണോ? റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുമ്പോൾ രഹസ്യ വിവരങ്ങൾ പിണറായിക്ക് കൊടുക്കുന്നു. അങ്ങനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പിണറായി പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ 90 ദിവസമായിട്ടും ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവിടെ SIT പ്രവർത്തിക്കുന്നത്? അത് പറഞ്ഞതാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കുറ്റം? അപ്പോൾ UDF കഴിഞ്ഞ 3 ദിവസങ്ങളായി UDF നിയമസഭയിൽ അനുവർത്തിച്ച നയം ശരിയാണെന്ന് ഇന്നലെ പോറ്റി പുറത്തിറങ്ങിയതോടെ വ്യക്തമായില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, ഈ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട UDF നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള എല്ലാ കള്ളന്മാരെ നിങ്ങൾ പുറത്തു വിട്ടാലും ശരി, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരകത്താക്കുക എന്നുള്ള നയന്തരിയായിരിക്കും UDF ചെയ്യുക. അല്ല, നിങ്ങളിപ്പോൾ UDFകാരെ കൂടെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയാൽ ഈ കേരളത്തിൽ നടക്കില്ല. കാരണം സ്വർണം കട്ടത് 2019. 2016 UDF അധികാരത്തിൽ പോയതാ. ആ UDF എങ്ങനെയാ 2019 സ്വർണം കട്ടാൽ കേസിൽ പ്രതിയാവുക? ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് വഴിയിൽ കള്ളനെ പേടിക്കേണ്ട. കാരണം ഞങ്ങളുടെ മടിശീലയിൽ ഖനമില്ല. ഖനം മുഴുവൻ പിണറായിൻ്റെ മടിശീലയില്ല. സ്വർണം മാത്രമാണോ കട്ടത്? രക്തസാക്ഷികളുടെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയുടെ ഫണ്ട് വരെ കട്ടില്ല. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി വിഷ്ണു, അദ്ദേഹത്തിന് 2008 BJPക്കാർ RSSകാർ വെട്ടിക്കൊന്നതാ. ആ ഫണ്ടും വെട്ടി, ആ ഫണ്ട് മുക്കി. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിനയൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റുകാർ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. ദീർഘകാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞീഷ്ണല്ലേ പറഞ്ഞത് MLA മധുസൂദനൻ ഫണ്ട് വെട്ടിച്ചു എന്ന്. ഞാൻ ഇന്ന് നമ്മുടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി രാകേഷിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു. ഞാൻ ചോദിച്ചു, കണക്ക് പറയാനാണ്? കുഞ്ഞികൃഷ്ണ ചീത്ത പറയാനല്ലാണ്ട് കണക്ക് പറയുന്നില്ല. കണക്ക് എവിടെ നിന്ന് കിട്ടാൻ? എല്ലാത്തിൻ്റെ കീശയിലാണ്. കട്ടതിൻ്റെ മുഴുവൻ സഖാക്കളുടെ കീശയിലാണ്. ഇത് ഇന്നലെ എന്തായിരുന്നു സ്ഥിതി? കുഞ്ഞികൃഷ്ണ പുസ്തക പ്രകാശനത്തിന് ഒരാളും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് പ്രകാശന ചടങ്ങ്
നൂറുകണക്കിന് സഖാക്കൾ പങ്കെടുത്തില്ല. ഇത് കുഞ്ഞീഷ പുറത്താക്കിയത് റിപ്പോർട്ട് ചെയ്യാൻ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചപ്പോ ഒരു സഖാവെങ്കിലും പങ്കെടുത്തോ? കാരണം സഖാക്കൾക്ക് തന്നെ അറിയാം തങ്ങളുടെ നേതാക്കൾ കക്കുന്ന കള്ളന്മാരാണെന്ന് സഖാക്കൾക്ക് പോലും അറിയാം. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശത്രുക്കൾ രാഷ്ട്രീയ എതിരാളികൾ ഒരാളല്ല, രണ്ടുപേരാണ്. ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും രണ്ടാമത്തത് BJP. ഇവർ തമ്മിലും ഒരന്തർധാരയുണ്ട്. പണ്ട് സന്ദേശം സിനിമയിലെ ശങ്കരാടി പറഞ്ഞ പോലെ പ്രതിക്രിയാവാദികളും പ്രതിലോമ ശക്തികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയെ കേരളത്തിൻ്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ പാരഡി ഗാനം UDFന്റെ പാരഡി ഗാനം മാറ്റേണ്ട ഒരു കാര്യവുമില്ല. പോറ്റിയെ കയറ്റിയത് ആരപ്പ? മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അയ്യപ്പ വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റാം. കട്ടതാരാണെന്ന് അയ്യപ്പ? പിണറായി വിജയനാണ് അയ്യപ്പ. സഹായിച്ചതാരാണോ അയ്യപ്പ? കടകംപള്ളിയും വാസവനുമാണ് അയ്യപ്പ. അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് ഈ കള്ളക്കൂട്ടത്തിനെതിരെ, ഈ കൊള്ളസംഘത്തിനെതിരെ ഉള്ള ജൈത്രയാത്രയ്ക്കൂടെ ഈ മണ്ണിൽ, കാസർഗോഡിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുകയാണ്. ഇത് സെക്രട്ടേറിയറ്റിൽ അധികാരത്തിലെത്തുന്നത് വരെ നമുക്കാർക്കും വിശ്രമമില്ല. അതിൻ്റെ തുടക്കം ഈ കാസർഗോഡ് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ എത്തിയ മുഴുവൻ UDF പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഭാരത്, ജയ് UDF.